ശ്രീ ശിവദാസൻ എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശിവദാസൻ, ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ BJPക്ക് അങ്ങ് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് കരാവൽ നഗറിൽ CPM മത്സരിച്ചു. സ്ഥാനാർത്ഥിക്ക് പക്ഷേ 9 റൗണ്ടിൽ ലഭിച്ചത് 273 വോട്ട് മാത്രമാണ്. എങ്ങനെയാണ് ഫലം വരുമ്പോൾ താങ്കളുടെ വിലയിരുത്തൽ? ഡൽഹിയിൽ പ്രധാനമായും ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലായിരുന്നല്ലോ മത്സരം. ആ മത്സരത്തിൽ ഇപ്പോൾ കേജ്രിവാളിന്റെ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് അവിടെ 3000 ചില്ലാനം വോട്ടാണെന്നാണ് എന്റെ ഓർമ്മ. അവിടെ കേജ്രിവാൾ 4200. അവിടെ കേജ്രിവാൾ പരാജയപ്പെടുന്ന വോട്ട് എത്രയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡൽഹി ഇലക്ഷനിൽ BJP വിജയിക്കാനിടയായിട്ടുള്ള സാഹചര്യം എന്നുള്ളത് വ്യക്തമാവും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാമ്പയിന്റെ മുഖ്യ ശത്രുവായി അവർ പ്രതീക്ഷിച്ചിരുന്നത് BJP ആം ആദ്മി പാർട്ടിയായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നടങ്കം ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. BJP ആവട്ടെ വളരെ മുൻകൂട്ടി തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരെ, അത് കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവരെ എല്ലാ അർത്ഥത്തിലും ടാർഗറ്റ് ചെയ്ത് ജയിലിലടക്കുകയും കേസിൽ കൊടുക്കുകയും ഒക്കെ ചെയ്ത് വലിയ നിലയിൽ അവരുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. മന്ത്രിമാരെ ജയിലിലടച്ചു. അവരുടെ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള രാജ്യസഭ MP സഞ്ജയ് സിംഗിനെ 6 മാസത്തോളം ജയിലിലടച്ചു. ഇങ്ങനെ വലിയ നിലയിൽ ഭരണത്തിന്റെ എല്ലാ സംവിധാനവും BJP ഉപയോഗിച്ചു. പണം വലിയ നിലയിൽ ഉപയോഗിച്ചു. ഇങ്ങനെ പണവും ഭരണത്തിന്റെ സ്വാധീനവും ഉപയോഗിച്ച് പിടിച്ചെടുത്ത വിശാലമായ ഒരു ഇന്ത്യ സഖ്യമുണ്ടല്ലോ, ആ സഖ്യത്തിന്റെ ഭാഗമാണല്ലോ CPM. താങ്കൾ പറയുന്ന ഒരു കാര്യം, കോൺഗ്രസ് അവിടെ ഒരു വോട്ട് കട്ടറായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസും ആം ആദ്മിയും മുഖാമുഖം മത്സരിച്ചു. ആ ഒരു മത്സരത്തിനിടയിൽ BJP വളരെ കൂളായി ജയിച്ചങ്ങ് കയറിയെന്നാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ പ്രാദേശിക തലത്തിൽ മുന്നണികളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യ സഖ്യം നമുക്ക് കാണാൻ കഴിയും, പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പ്രാദേശിക പാർട്ടികളെ ഒരുമിച്ച് നിർത്തുക സാധ്യമല്ല. ഇപ്പൊ ഇവിടെ കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുക അത് സാധ്യമായ ഒരു കാര്യമല്ല. അത് തന്നെയല്ലേ ശരിക്കും ഡൽഹിയിലും സംഭവിച്ചിട്ടുള്ളത്? ഡൽഹിയിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡൽഹിയിലെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലായിരുന്നില്ല മുഖ്യ മത്സരം. കോൺഗ്രസ് പക്ഷെ തുടക്കം മുതൽ തന്നെ ആം ആദ്മി പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന കാര്യം. ഇതിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഡൽഹി സംസ്ഥാനത്തിന് പൂർണ്ണ പദവി നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നേരത്തൊക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഡൽഹി സംസ്ഥാനത്തിന് ഉണ്ടായിരുന്ന അധികാരങ്ങൾ കൂടി ഇല്ലാതാക്കുന്ന നയവും സമീപനവും സ്വീകരിച്ചു. ഈ സന്ദർഭത്തിലൊക്കെ നിശബ്ദത പാലിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തതെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. രണ്ടാമതായി, ഒരു മുഖ്യമന്ത്രിയെ, ഒരു സംസ്ഥാനത്തിലെ മന്ത്രിമാരെ ആകെ വേട്ടയാടിക്കൊണ്ട് കേന്ദ്ര ഭരണത്തിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ എല്ലാ മിഷണറിയെയും ഒരു ഗവൺമെന്റിനും ഒരു പാർട്ടിക്കും എതിരായി CPM മത്സരിച്ച ഇടങ്ങൾ അവിടെ വോട്ടിംഗിൽ എന്തെങ്കിലും പുരോഗതിയോ പച്ചപ്പോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഒറ്റക്കാര്യം ഇത് മാത്രമാണ്. മതനിരപേക്ഷ പാർട്ടികളുടെ, മതനിരപേക്ഷ മുന്നണികളുടെ ഐക്യം എന്നുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ സുപ്രധാനമാണ് എന്നുള്ള അടയാളപ്പെടുത്തലാണ് ഡൽഹി തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത്.